വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 6 അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുപോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. യേശുവിനെ അനുഗമിച്ച അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ നിന്നും 12 പേരെ യേശു തിരഞ്ഞെടുത്തു. ആ 12 പേരാണ് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ. അവരെ തിരഞ്ഞെടുത്ത ശേഷം യേശു തൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. മലയിൽ നിന്നിറങ്ങി വന്ന് അനേകർക്ക് സൗഖ്യം നൽകുകയാണ്. അനേക സ്ഥലത്തു നിന്നും വന്ന അനേക രോഗികൾക്ക് താൻ സൗഖ്യം നൽകി. തന്നിൽ നിന്നും ശക്തി പുറപ്പെടുന്നതുകൊണ്ട് യേശുവിനെ ഒന്ന് തൊടുകയെങ്കിലും ചെയ്യുവാൻ ആൾക്കൂട്ടം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുക എന്നത് ഒരു പദവി തന്നെയാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ അവസരത്തിൽ, അതായത് തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യം ഇവ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് യേശുവിടെ പറയുകയാണ്. ഗിരിപ്രഭാഷണം എന്ന പേരിൽ പ്രസിദ്ധമായ യേശുവിൻ്റെ പഠിപ്പിക്കലാണിത്. മത്തായി സുവിശേഷം 5 അധ്യായം മുതൽ 8 അധ്യായം വരെ കാണുന്ന ഭാഗം. എന്നാൽ ലൂക്കോസ് ഈ കാര്യങ്ങളിൽ അല്പം വ്യത്യാസം വരുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ആ വ്യത്യാസങ്ങൾ നമുക്ക് ക്രമേണ ശ്രദ്ധിക്കാം. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് യേശു ഇവിടെ ആവർത്തിച്ച് പറയുന്നു. യേശു ഇത് തൻ്റെ ശിഷ്യന്മാരോട് തന്നെയാണ് പറഞ്ഞത് എന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്നും ഇവിടെ കാണാം. 2-ാം വാക്യത്തിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ഇത് വായിക്കുന്ന ഉടനെ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെയല്ല, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് കൂടുതൽ ശരി, ആ അർത്ഥമാണ് എടുക്കേണ്ടത് എന്നൊക്കെ വേദപഠിതാക്കൾ പറയും. അങ്ങനെയെങ്കിൽ പിന്നെ ലൂക്കോസിന്റെ എഴുത്തുകളിൽ തെറ്റുണ്ടെന്നാണോ പറയുന്നത്? ദൈവാത്മാവ് ലൂക്കോസിനെ ശരിക്ക് സഹായിച്ചില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം ദൈവനിശ്വസ്തമാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് സത്യമായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് ലൂക്കോസിനെ കൊണ്ട് എഴുതിച്ചത് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ്. ലൂക്കോസ് എഴുതാത്ത ആത്മാവിനെ അവിടെ കൂട്ടിച്ചേർക്കണോ? വേണ്ട. ഈ വാക്യത്തിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ദരിദ്രരായ നിങ്ങൾ, അതായത് ശിഷ്യന്മാർ, ഭാഗ്യവാന്മാരാണെന്നാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, അവർ ദരിദ്രരായിരുന്നു. യേശുവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ ദരിദ്രന്മാരായിരുന്നു. പിന്നീട് സഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും അപ്പോസ്തലന്മാരായി തീർന്ന ശേഷം അവരുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനോട് പറഞ്ഞത് ഓർമ്മയില്ലേ? വെള്ളിയും സ്വർണവും എനിക്കില്ല. അവർ അന്നും ദരിദ്രരായിരുന്നു. യേശു അവരോട് ഇപ്പോഴത്തെ ദാരിദ്ര്യം സാരമില്ല, അല്പകാലത്തേക്ക് ഈ ദാരിദ്ര്യമുള്ളൂ, അത് കഴിഞ്ഞ് ദാരിദ്ര്യമൊക്കെ മാറി നിങ്ങൾ സമ്പന്നരാകുമെന്നല്ല പറഞ്ഞത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞത്. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 4 തരം ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ദരിദ്രർ. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ 4 കൂട്ടം ആളുകളെപ്പറ്റി അയ്യോ കഷ്ടം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കൂട്ടർ സമ്പന്നരാണ്. ഈ സമ്പന്നർ ആത്മാവിൽ സമ്പന്നരല്ല,
വെറും സമ്പന്നരാണ്. ആരും മത്തായി സുവിശേഷത്തിലെ ആത്മാവിൽ എന്ന പ്രയോഗം ഇവിടെ കൂട്ടിച്ചേർക്കാറില്ല. ആത്മാവിൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നൊരിക്കലും ആരും പറയില്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദാരിദ്ര്യവും സമ്പത്തും തന്നെയാണ്. അതിന് ഇല്ലാത്ത ആത്മീക അർത്ഥമൊന്നും ആരോപിക്കാതിരിക്കുകയാണ് നല്ലത്. യേശുവിൻ്റെ ശിഷ്യനാകാൻ ഇച്ഛിച്ചാൽ സകലവും വിട്ട് ത്യജിച്ച് സ്വന്തം ക്രൂശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകണമെന്ന് തന്നെയാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ 12 പേരും അതിന് തയ്യാറായതാണല്ലോ. ഒരു കള്ളൻ അതിലും ഉണ്ടായിരുന്നു, ശരി തന്നെ. എന്നാലും മറ്റുള്ളവർ സകലവും വിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. അവരെ നോക്കിയാണ് യേശു പറയുന്നത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. ഈ ശിഷ്യന്മാർ ദരിദ്രരാണെന്നുള്ളതല്ല, മറിച്ച് അവർ ദരിദ്രരായി തീരുകയാണ് ഉണ്ടായത്. യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക സുരക്ഷിതത്വവും വേണ്ടെന്ന് വെച്ചവർ. ഓരോ ശിഷ്യന്മാർക്കും അവരുടെ ജീവസന്ധാരണത്തിന് ഓരോ തൊഴിലുകളുണ്ടായിരുന്നു. അവ ഉപേക്ഷിച്ച് ദരിദ്രരായ ശേഷമാണ് യേശുവിൻ്റെ ശിഷ്യരായത്. യേശുവിനെ അനുഗമിക്കുന്നവർ അവർ യേശുവിനെ അനുസരിക്കും. യേശുവിനെ അനുഗമിക്കുന്നവർ അവനെ അനുസരിച്ചാൽ അതിന് വില കൊടുക്കാൻ അവർ തയ്യാറാകും. നിങ്ങൾ ഒരു ധനികനായ ന്യായശാസ്ത്രിയെക്കുറിച്ച് ഓർക്കുന്നില്ലേ? അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നീ കൽപ്പനയൊക്കെ അനുസരിക്കുക. അവൻ പറഞ്ഞു, ഞാനിതൊക്കെ അനുസരിക്കുന്നുണ്ട്. അവനോട് യേശു പറഞ്ഞ കാര്യം, നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രത്തെ കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. എന്താണുണ്ടായതെന്ന് നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന ആ ധനികൻ മടങ്ങിപ്പോയി. കാരണം അവന് ദരിദ്രനാകാൻ മനസ്സില്ലായിരുന്നു. തനിൻ്റെ കയ്യിലുള്ള സമ്പത്ത് വിട്ട് കളഞ്ഞിട്ട് സാമ്പത്തിക സുരക്ഷിതത്വം വേണ്ടെന്ന് വെച്ചിട്ട് യേശുവിനെ അനുഗമിക്കാൻ അവന് മനസ്സിലായിരുന്നു. യേശു പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ കയ്യിൽ ഒരല്പം പണമുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കൊരല്പം സ്വത്തുണ്ടല്ലോ, ബാങ്കിൽ കുറച്ച് പൈസയുണ്ട്, അതിൻ്റെ അർത്ഥം ഞാൻ ശപിക്കപ്പെട്ടവനാണെന്നാണോ? ആ ഒരു തീരുമാനമെടുക്കാൻ വരട്ടെ. യേശു ഇവിടെ പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ വേണ്ടി ദരിദ്രനായി തീരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മനസ്സ് മാത്രം പോരാ, വില കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്ത അനേക ആളുകൾ ഈ ലോകത്തുണ്ട്. ഇന്നത്തെ കാലത്ത് പൊതുവെ ആളുകളുടെ ധാരണ, ദൈവത്തെ അനുസരിച്ചാൽ, ദൈവവചനമനുസരിച്ച് ജീവിച്ചാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അബ്രഹാമിനെ പോലെ, യോബിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ ധനികരായി മാറും. യോസഫിനെ പോലെ വലിയ അധികാരിയായി മാറും. ഇതൊക്കെ ചിലരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു എന്ന് വരാം. പക്ഷേ ഈ പറഞ്ഞ ആളുകളൊക്കെ ദൈവത്തെ അനുസരിക്കുകയോ അതോ പണം സമ്പാദിക്കുകയോ ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല ദേശം തിരഞ്ഞെടുക്കണോ അതോ ദൈവത്തെ അനുസരിക്കണോ? അബ്രഹാം ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചു. ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി സാമ്പത്തിക ലാഭം വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറായവരാണ് ഭാഗ്യവാന്മാർ. അത് നിങ്ങൾക്ക് സാധിക്കും. ഇനി 24 വാക്യത്തിൽ, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശിഷ്യന്മാരോടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞതും ശിഷ്യന്മാരോട് തന്നെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ശിഷ്യന്മാർ സമ്പന്നരായിരുന്നോ? ചിലരൊക്കെ സമ്പന്നരായിരുന്നു. ഉദാഹരണത്തിന് മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. അവന് വേണമെങ്കിൽ തൻ്റെ നല്ല വരുമാനമുള്ള ചുങ്കം പിരിക്കുന്ന ജോലിയിൽ തുടരാമായിരുന്നു, സമ്പന്നനായി ജീവിക്കാമായിരുന്നു. അവൻ ആ നിലയിൽ തുടർന്നിരുന്നെങ്കിൽ കർത്താവ് പറയാണ്, അയ്യോ കഷ്ടം, നീ നിന്റെ ജീവിതം നശിപ്പിക്കും, നിനക്ക് കഷ്ടമാണ് വരാൻ പോകുന്നത്. ദാരിദ്ര്യവും സമ്പത്തും. ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി വില കൊടുക്കാൻ മനസ്സുണ്ടോ? സാമ്പത്തികമായ കാര്യങ്ങളിൽ വില കൊടുക്കാൻ മനസ്സുണ്ടോ? ദൈവകൽപ്പന അനുസരിക്കുവാൻ
നിങ്ങൾ ഗൗരവമായി തീരുമാനിച്ചുവെങ്കിൽ തീർച്ചയായും അതിന് വില കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധത കാണിക്കും. പുതിയ നിയമത്തിൽ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. സമ്പന്നനാകാൻ ആഗ്രഹിക്കുക, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. കാരണം നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് പണം വേണം. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് പണമില്ല, അല്പം പണം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് പണം ഉണ്ടാകാൻ ആഗ്രഹിക്കുക. ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പണസമ്പാദനം മാത്രം ജീവിത ലക്ഷ്യമായാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ, അതായത് ഈ ലോകത്തിലെ ജീവിതത്തിൽ തന്നെ അനേക കഷ്ടവും പ്രയാസവും അനുഭവിക്കേണ്ടി വരും. എനിക്ക് പരിചയമുള്ള ചില ആളുകളുണ്ട്. ഒരാൾ താൻ ഒരു നല്ല കമ്പനിയിൽ സാമാന്യം നല്ല ജോലിയിൽ പ്രവേശിച്ചു. താൻ വിവാഹം കഴിച്ചു. അപ്പോൾ ആ കമ്പനിയിൽ തനിക്ക് പ്രൊമോഷൻ കിട്ടാൻ, സ്ഥാനക്കയറ്റം കിട്ടാൻ വളരെ സാധ്യതയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുവാനായി കമ്പനി തീരുമാനിച്ചു. അദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാനക്കയറ്റം നിരസിച്ചു. എനിക്ക് ഈ ജോലി മതി, എനിക്ക് ഈ വരുമാനം മതി, ഞാൻ ഈ ജോലിയിൽ തൃപ്തനാണ്. അദ്ദേഹം അത് പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം അത് പിന്നീട് വിശദീകരിച്ചു. എനിക്ക് സ്ഥാനക്കയറ്റം നൽകി കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ലഭിച്ചാൽ ഇന്ന് ഞാൻ 8 മണിക്കൂർ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ചു കഴിഞ്ഞാൽ 12, 13, 14 മണിക്കൂർ ഞാൻ ജോലി ചെയ്യണം. തീർച്ചയായും എനിക്ക് വളരെയധികം പണം കിട്ടും. പക്ഷേ ആ പണം എൻ്റെ വിലപ്പെട്ട സമയമാണ് എടുക്കുന്നത്. എൻ്റെ കുടുംബത്തോട് ഒരുമിച്ച് ചെലവഴിക്കേണ്ട സമയം, ആത്മീയ കാര്യങ്ങളിൽ ചെലവഴിക്കേണ്ട സമയം, പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനുമുള്ള സമയം, ഇതൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് പ്രൊമോഷൻ വേണ്ട, എനിക്ക് കുറച്ച് വരുമാനം മതി, പക്ഷേ ആ വരുമാനത്തിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി വളരെ ബുദ്ധിപൂർവം എടുത്തൊരു തീരുമാനമാണ്. ലോകപ്രകാരമുള്ള ആളുകൾ പറയും മണ്ടൻ, എന്തൊരു ഭോഷനാണ്. പക്ഷേ ആ വ്യക്തി ചെയ്തത് വളരെ ബുദ്ധിപരമായൊരു കാര്യമാണ്. കാരണം ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി അല്പം ദരിദ്രനായിരിക്കുന്നതാണ് നല്ലത് എന്ന് അയാൾക്ക് മനസ്സിലായി. രണ്ടാമത് യേശു പറയുന്നത്, വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ താഴെ 25-ാം വാക്യത്തിൽ, ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഒരിടത്ത് വിശപ്പ്, മറ്റിടത്ത് തൃപ്തരായവർ. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾക്ക് തൃപ്തി വരും. എന്നാൽ ഇപ്പോൾ തൃപ്തരായ എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന അവരെ നോക്കി യേശു പറയുകയാണ്, നിങ്ങൾക്ക് വിശക്കും. ശരീരത്തിൻ്റെ ആവശ്യമാണല്ലോ വിശപ്പ്, ശാരീരികമായ ജഡത്തിൻ്റെ അഭിലാഷം. തൃപ്തി എന്ന് പറയുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ശാരീരികമായ ആവശ്യങ്ങളിൽ ഉണ്ടാകുന്ന സംതൃപ്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശാരീരികമായ ആവശ്യങ്ങളിൽ വേണ്ടത്ര തൃപ്തി ഇല്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് യേശു പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം നിങ്ങൾക്ക് തൃപ്തി വരും. എന്നാൽ ആവശ്യം പോലെ കഴിക്കാനുള്ളവർ, ആവശ്യത്തിലധികം കഴിക്കാനുള്ളവർ, അവർക്ക് വിശക്കും. ഇതെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ തൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ റോക്ക്ഫെല്ലറിനോടൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എത്ര പൈസ കൂടി കിട്ടിയാൽ തൃപ്തിയാകും? അദ്ദേഹം പറഞ്ഞു, ഒരല്പം കൂടി പൈസ കിട്ടിയാൽ തൃപ്തിയാകും. എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും അധികം പണമുണ്ടായിരുന്ന റോക്ക്ഫെല്ലർ തൃപ്തനല്ലായിരുന്നു. എന്നാൽ റോക്ക്ഫെല്ലറിൻ്റെ 1000-ൽ-1 പോലും വരുമാനമില്ലാത്ത എത്രയോ ആളുകൾ തൃപ്തരായി ജീവിക്കുന്നു. അപ്പോൾ തൃപ്തി എന്ന് പറയുന്നത് നാം എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് വേണ്ടി സമ്പാദിക്കും,
നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ജഡാഭിലാഷത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. മറിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ചില ആവശ്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് തൃപ്തി വരും. ഇതൊക്കെ വായിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഈ ഭാഗത്തുണ്ട്. 22 വാക്യത്തിൽ, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ, ഇതാണ് ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ദരിദ്രനായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്, വിശന്നിരിക്കുവാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യപുത്രൻ നിമിത്തം. ജോലി ചെയ്യാൻ മടിയായി ദരിദ്രനാകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ പൈസ ഇല്ലാതെ മടിയനായതുകൊണ്ട് വിശക്കുന്നവന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് മനുഷ്യപുത്രൻ നിമിത്തം, യേശുക്രിസ്തുവിനെ അനുസരിക്കുവാൻ വേണ്ടി ദരിദ്രനായിരിക്കുവാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുമോ? നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യം വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുമോ? യേശു പറയുന്നു, അവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് തൃപ്തി വരുവാൻ പോകുന്നത്, അവരാണ് ധനികർ, അവർക്കാണ് യഥാർത്ഥ സമ്പത്തുള്ളത്. ഇനി അടുത്തതായി താൻ പറയുന്നു, കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. 25 വാക്യത്തിൽ, ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഇപ്പോൾ സന്തോഷിക്കുന്നവരും ഇപ്പോൾ ദുഃഖിക്കുന്നവരും. ചില ആളുകൾ അവർ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. എൻ്റർടൈൻമെൻറ്റ്, വിനോദങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവവചനം വിനോദങ്ങൾക്കെതിരല്ല. ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഉത്സവങ്ങൾ കൊടുത്തു. അതിനെക്കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്, അവർ യഹോവയുടെ സന്നിധിയിൽ വന്ന് സന്തോഷിക്കണമെന്നാണ്. അപ്പോൾ മനുഷ്യന് വിനോദം ആവശ്യമാണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതിനു വേണ്ടിയുള്ള ഉപാധികളും ദൈവം വച്ചിട്ടുണ്ട്. എന്നാൽ എന്റർടൈൻമെന്റ്, വിനോദം, അത് ദൈവമായി തീരരുത്. എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ജീവിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ അനുസരിക്കുവാൻ ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ വിനോദത്തിന്, എന്റർടൈൻമെന്റിന് ഒരു അവസരമുണ്ട്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പോകുന്ന സഭയിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ സാധാരണ ആരാധനയ്ക്ക് വരാറില്ല. അവനോട് ചോദിച്ചു, നീ എന്താ വരാത്തത്? അത് രാവിലെ സമയത്ത് എഴുന്നേക്കാൻ പറ്റുകയില്ല, എഴുന്നേൽക്കുമ്പോൾ ലേറ്റായി പോകും, അതുകൊണ്ടാണ്. ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ലേറ്റായി പോകാറുണ്ടോ? ഇല്ല. അവിടെ സമയത്ത് ചെല്ലും, പക്ഷേ ഞായറാഴ്ച പറ്റിയില്ല, സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല. ആ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനുള്ളൂ. ശരി, നീ താമസിച്ച് എഴുന്നേറ്റാൽ എന്താ ചെയ്യുക? മീൻ പിടിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും, എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതിന് പോകും. പക്ഷേ സഭയിൽ വരാൻ സമയമില്ല. വിനോദത്തിന് പ്രാധാന്യം. ഇപ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കണം, ഇപ്പോൾ ചിരിക്കണം. അത് കോംപ്രമൈസ് ചെയ്ത്, അത് ഉപേക്ഷിച്ച് ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്തവർ. കർത്താവ് അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിനോദം വേണ്ടെന്ന് വെച്ച് ദൈവത്തെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അത് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും, കഷ്ടപ്പാടുണ്ടാകും, വലിയ സന്തോഷമൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ദൈവം അതിനെ മാനിക്കും. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. നമ്മുടെ കണ്ണുനീർ നമ്മൾ എത്ര പ്രാവശ്യം ചിരിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ദൈവം എടുത്തിട്ടുണ്ടെന്ന് സങ്കീർത്തനകാരൻ പറയുന്നില്ല.
ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി വില കൊടുക്കണം. ആ വില കൊടുക്കാൻ മനസ്സുള്ള ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. സമ്പന്നരായ, തൃപ്തരായ, ചിരിക്കുന്ന ശിഷ്യന്മാരും ഉണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവസാനമായി താൻ പറയുന്നു, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. 26 വാക്യത്തിൽ, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ഇവിടെ മനുഷ്യർ നിങ്ങളെ അംഗീകരിക്കുകയില്ല. മനുഷ്യർ നിങ്ങളെ വിടക്കെന്ന് പറയും, ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറയും, ബുദ്ധിയില്ലാത്തവർ എന്ന് പറയും, ജീവിക്കാൻ അറിയാത്തവരെന്ന് പറയും. നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരായിരിക്കും. എന്താണ് അതിൻ്റെ വിപരീതം? മനുഷ്യരെല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറയും. പക്ഷേ ദൈവം എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എന്നാൽ മനുഷ്യർ നിങ്ങളെ നിരസിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുത്. ചില ആളുകൾ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് പണമുണ്ടായാൽ മാത്രം പോരാ, പണമുണ്ടെന്ന് 4 പേർ അറിയുകയും വേണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? ചില ആളുകൾ മറ്റുള്ളവർ അവരെക്കുറിച്ച് നല്ലവരെന്ന് പറയണം, അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായ ചില ആളുകളുണ്ട്. അവരെ നോക്കി ദൈവം പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതിന് ഒരു ഉദാഹരണം കൂടി കർത്താവ് പറയുകയാണ്. മനുഷ്യർ തിരസ്കരിച്ച ആളുകൾ, അവരാണ് പ്രവാചകന്മാർ. എന്നാൽ മനുഷ്യർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളാണ് കള്ളപ്രവാചകന്മാർ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയും കള്ളപ്രവാചകന്മാരെയും നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാകും. ഉദാഹരണം, ഏലിയാവ്. നമുക്കറിയാം, ഏലിയാവ് ഒരു നല്ല പ്രവാചകനായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. പക്ഷേ ഏലിയാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഏലിയാവ് ധനികനായിരുന്നു? തീർച്ചയായുമല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലായിരുന്നു. കാക്ക അപ്പം കൊണ്ട് കൊടുത്താലേ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. തോട് വറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിധവയുടെ വീട്ടിൽ പോയി അപ്പവും എണ്ണയും, അപ്പം ഉണ്ടാക്കാനുള്ള മാവും എണ്ണയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ അപ്പവും വെള്ളവും കഴിച്ച് താൻ അവിടെ ജീവിച്ചു. ആ അപ്പമല്ലാതെ ഒരു വിശേഷപ്പെട്ട ഭക്ഷണം 3.5 വർഷക്കാലത്തിനിടയ്ക്ക് കഴിക്കാൻ ഏലിയാവിന് കിട്ടിയില്ല. എന്നും ഒരേ ഭക്ഷണം. തനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നോ? ഒരിക്കലുമില്ല. കാരണം താൻ താമസിച്ച വീട്ടിൽ മരണമുണ്ടായി, അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു ഏലിയാവിന്, കാരണം കണ്ടാൽ ആഹാവ് പിടിച്ചു കൊല്ലും. ഇനി തന്നെ ആരെങ്കിലും അംഗീകരിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇസ്രായേലിൽ ഒരുത്തൻ പോലും ഏലിയാവിൻ്റെ കൂടെ നിൽക്കാനില്ലായിരുന്നു. ഏലിയാവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. ഏലിയാവ് പ്രവാചകനാണെന്ന് അറിയാവുന്നവർ പോലും ഏലിയാവിൻ്റെ കൂടെ നിന്നില്ല. ഇസബേൽ ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് ഓടി. ഏലിയാവിനെ കൊല്ലാൻ പറ്റില്ല, ഏലിയാവ് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് ഏലിയാവിൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല. എന്നാൽ ഏലിയാവ് ജീവിച്ചിരുന്ന അതേ കാലത്താണ് കള്ളപ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ ഇസ്രായേലിലുണ്ടായിരുന്നത്. എന്തായിരുന്നു അവരുടെ സ്ഥിതി? അവർ ദരിദ്രനായിരുന്നു? തീർച്ചയായുമല്ല, അവർ ധനികരായിരുന്നു. കാരണം അവർ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. അവർക്ക് യാതൊരു പഞ്ഞവുമില്ലായിരുന്നു. ദേശത്തുള്ള ആളുകൾ മുഴുവൻ ക്ഷാമം മൂലം ബുദ്ധിമുട്ടുമ്പോഴും അവർക്ക് ഒന്നിൻ്റെയും കുറവില്ലായിരുന്നു. അവർക്കൊരിക്കലും വിശന്നില്ല. കാരണം രാജാവിൻ്റെ മേശപ്പുറത്തു നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. അവർക്ക് കരയേണ്ട ആവശ്യമില്ലായിരുന്നു. കൊട്ടാരത്തിലല്ലേ, കൊട്ടാരത്തിലുള്ള എല്ലാ വിനോദങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. രാജകീയ പ്രവാചകന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടത്. കാരണം രാജാവാണ് അവരുടെ കാര്യങ്ങൾ
നടത്തിയിരുന്നത്. രാജാവിൻ്റെ പ്രവാചകന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എന്തായിരുന്നു അവരുടെ അന്ത്യം? ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. ഏലിയാവിൻ്റെ ജീവിത അവസാനം എങ്ങനെയായിരുന്നു? ആ അഗ്നിമയമായ രഥങ്ങളുടെ സാന്നിധ്യത്തിലാണ് താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. പക്ഷെ ബാലിൻ്റെ പ്രവാചകന്മാരോ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ അന്ന് തന്നെ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. ഇതാണ് കർത്താവ് പറഞ്ഞത്. കള്ളപ്രവാചകന്മാരെ പോലെയാണ് ഇന്ന് സമ്പത്തിൻ്റെ പുറകെ, സന്തോഷത്തിൻ്റെ പുറകെ, വിനോദത്തിൻ്റെ പുറകെ, മനുഷ്യൻ്റെ പുകഴ്ചയ്ക്ക് പുറകെ പോകുന്ന പ്രവാചകന്മാർ. അവരുടെ ജീവിതം ഈ ബാലിൻ്റെ പ്രവാചകന്മാരെ പോലെ ആയിരിക്കും. മനുഷ്യരവരെ പുകഴ്ത്തും, അവർക്ക് ധാരാളം ധനമുണ്ടാകും, അവർക്ക് വിശക്കില്ല, അവർക്ക് വിനോദിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിന് കഷ്ടതയുണ്ട്, ഭക്ഷണമില്ല, കരച്ചിലാണ്, ആരും അവനെ സപ്പോർട്ട് ചെയ്യാനില്ല. എന്നാൽ താൻ സ്വർഗത്തിലേക്ക് പോയത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതാണ് കർത്താവ് പറഞ്ഞത്. എന്നെ അനുസരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ദരിദ്രനാകാൻ മനസ്സുണ്ടോ? എന്നെ അനുസരിക്കുവാൻ വേണ്ടി വിശന്നിരിക്കാൻ മനസ്സുണ്ടോ? മനുഷ്യപുത്രനെ അനുസരിക്കുവാൻ വേണ്ടി വിനോദങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ മനസ്സുണ്ടോ? മനുഷ്യപുത്രനെ അനുഗമിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ പുകഴ്ച വേണ്ടെന്ന് വയ്ക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് ഇന്നും ശരിയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ വില കൊടുക്കണം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വില കൊടുക്കണം. എൻ്റെ പിന്നാലെ വരുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കും. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയ സുഹൃത്തേ, താങ്കൾ യഥാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആളുകളെ തൻ്റെ ശിഷ്യന്മാരാകുവാനാണ് വിളിച്ചത്. തൻ്റെ ശിഷ്യനായി തീരുവാൻ വില കൊടുക്കണമെന്ന് താൻ പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യപുത്രനെ അനുസരിക്കുവാൻ വേണ്ടി വില കൊടുക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ.